ഈശോയിൽ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് പെസഹ തിരുനാൾ ആഘോഷിക്കാം. ഈ തിരുനാളുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ 2-3 പദപ്രയോഗങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നത് വളരെ നല്ലതാണ്. ഈ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, നൽകാൻ ലോകത്തെ പഠിപ്പിച്ചവൻ്റെ തിരുനാളായിട്ട് നമ്മുടെ ഈ തിരുനാൾ ആഘോഷിക്കുക. എന്താണ് സ്നേഹം? എന്താണ് നൽകുക? എത്രമാത്രമാണ് നൽകുക? ഇതെല്ലാം യേശുവിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾ യേശുവിനെ കുറിച്ച് പറയാറുള്ള ഒരു പദപ്രയോഗമാണ് ഇമ്മാനുവൽ. മത്തായി 1:23 ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. അതിൻ്റെ അർത്ഥം നമ്മോടുകൂടെ വാഴുന്ന ദൈവം. ദൈവം നമ്മോടുകൂടെ. വിശുദ്ധ കുർബാന ദൈവം സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാണ് നമുക്കറിയാം. നമ്മോടൊപ്പമായിരിക്കാൻ അപ്പമായി തീർന്നവൻ്റെ ആ തിരുനാളാണ് ഇത് നമ്മൾ ആഘോഷിക്കുക. ദൈവം വിശുദ്ധ കുർബാനയിലൂടെ ലോകാവസാനം വരെ നമ്മുടെ കൂടെ ആയിരിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. മൂന്നാമതൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റും. അത് വിശുദ്ധ മദർ തെരേസ പറഞ്ഞൊരു കാര്യമാണ്. നമ്മെ സമ്പന്നരാക്കാൻ ദൈവം ദരിദ്രനായതിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുക. നമ്മെ സമ്പന്നരാക്കാൻ അതിന് ദൈവം ദരിദ്രനാകേണ്ടി വന്നു. നമുക്കറിയാം, കാൽവരി മലയിലേക്ക് നോക്കുമ്പോൾ, ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നോക്കുമ്പോൾ അതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. 3 ഇംഗ്ലീഷ് പദങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ ശുശ്രൂഷകളുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാവുന്ന വലിയ സന്ദേശം നൽകുന്ന 3 പദങ്ങൾ. ഒന്ന്, ഹ്യൂമിലിറ്റി, എളിമ. ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തിയ യേശുവിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ എളിമ, വിനയം. രണ്ടാമതൊരു പദമുണ്ട്, അതാണ് സെൽഫ്ലെസ്നെസ്. സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥമായ സ്നേഹം. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ലോകത്തിൻ്റെ ആ ഒരു പ്രവണതയിലേക്ക് നോക്കിയാൽ സ്വാർത്ഥത മാറിയിട്ട് കടുത്ത സ്വാർത്ഥത, അതിനും മൈൻഡ് ചെയ്യാതിരിക്കുന്ന പല ദൈവമക്കളെയും നമ്മൾ കാണും. ഒരു പള്ളിയിലൊക്കെ പോവും, പക്ഷേ കടുത്ത സ്വാർത്ഥതയിൽ ജീവിക്കാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്ത അവസ്ഥ. ഇങ്ങനെയുള്ളവർക്ക് ദൈവം നൽകുന്ന വലിയൊരു സന്ദേശമാണ്. യേശുവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് സെൽഫ്ലെസ് ലവ്. മൂന്നാമതൊരു പദം കൂടിയുണ്ട്, അതാണ് സർവീസ് ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക, സേവന മനോഭാവം, അത് വളരെ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 20:28 കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി മാറാനുമാണ് ഞാൻ വന്നത്. യേശുവിനെ അനുഗമിക്കേണ്ടവരല്ലേ ക്രിസ്ത്യാനികൾ? അതോ ലോകത്തിൻ്റെതായ കുറച്ച് നേതാക്കന്മാര് അവര് ഫാഷൻ എന്ന് പറയണതും അവര് വിലയുള്ളതെന്ന് പറയുന്നതും അത് ഏറ്റെടുത്ത് അതിൻ്റെ പുറകെ പോകേണ്ടവരാണോ ക്രിസ്ത്യാനികൾ? യേശു ക്രിസ്തുവിലേക്ക് നോക്കി ഈ 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റണം. വിജയലക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി 2 തിരുനാളുകൾ. ഒന്ന്, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. രണ്ടാമത്തേത് പൗരോഹിത്യത്തിൻ്റെ തിരുനാൾ. പൗരോഹിത്യം എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ദ കോമൺ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-20 വചനങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പുതിയ ഇസ്രായേൽ, നിങ്ങളുമായി ഞാനൊരു ഉടമ്പടി സ്ഥാപിക്കുന്നു. ഉടമ്പടി, അതാണ്
കോമൺ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങളെല്ലാവരും, ഞങ്ങൾ ലോഹയിട്ട ഞങ്ങൾ മാത്രമല്ല പുരോഹിതർ, ഞങ്ങൾ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ്. അതുകൊണ്ടാണ് പത്രോസിലെ പറഞ്ഞത്, ക്രിസ്ത്യാനികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം, 1 പത്രോസ് 2:9, നിങ്ങളുടെ കാര്യത്തെക്കാൾ നാം എല്ലാവരും, നിങ്ങൾ രാജകീയ പുരോഹിത വംശമാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗണമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്, നിങ്ങൾ വിശുദ്ധരായി ജീവിക്കേണ്ടവരാണ്. ഇതെന്ന് കേട്ടിട്ടുള്ളവർക്ക് പോലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കെന്നാ വില, ഞാൻ ആരാ എന്നെ മാനിക്കണേ, ഇങ്ങനെ പറയാൻ പറ്റുമോ? ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ രാജകീയ പുരോഹിത വംശമാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗണമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്, വിശുദ്ധജനമാണ്. ഇതിനപ്പുറം എന്ത് പദവിയാണ് നമുക്ക് വേണ്ടേ? ഇത്രയും വലിയ പദവി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി മനുഷ്യരുടെ വാക്കുകളും അവരുടെ പ്രശംസയും അവർ നൽകുന്ന പദവികളും ഇതൊക്കെയാണോ നമുക്ക് പ്രധാനപ്പെട്ടത്? രണ്ടാമതൊന്നുണ്ട്, ഈ പൗരോഹിത്യത്തിൻ്റെ രണ്ടാമത്തെ വശം. അതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. ഈ ലോഹയിട്ടുള്ള ശുശ്രൂഷ പൗരോഹിത്യം. ഇത് നമ്മൾ ഈ പൗരോഹിത്യത്തിൽപ്പെട്ട എല്ലാവരെയും പ്രത്യേകം ഓർക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, നൽകാൻ പഠിപ്പിച്ച ദൈവത്തിൻ്റെ തിരുനാളാണ് പെസഹ. എത്ര പേര്? ഒരാൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇച്ചിരി ബ്ലഡ് വേണം. ബ്ലഡ് നമ്മുടെ ശരീരത്തിലുണ്ട്, ഇഷ്ടം പോലെ എടുത്താൽ പിന്നെ ഉണ്ടാവും. നമുക്ക് കൊടുക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്, ചിലരുടെ ഒന്നും എടുക്കാൻ പറ്റില്ല, കൊടുക്കാവുന്ന അവസ്ഥയുണ്ട്. എന്നാലും എത്ര പേര് കൊടുക്കും? അത് എൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം പോയി കഴിഞ്ഞ് എനിക്ക് വല്ലതും വരുമോ? എൻ്റെ എനർജി കുറഞ്ഞു പോവും, എനിക്ക് വല്ലോ രോഗം വരെ, എന്തെല്ലാം ചിന്തകളാണ്. ഒരു ഓർഗൻ ഡൊണേഷന് എത്ര പേര് മുമ്പോട്ട് വരും? അതെ, ഞാനങ്ങനെ കൊടുത്ത കാര്യം, ഒരു കിഡ്നി കൊണ്ട് ജീവിക്കാം, എന്നാലും റിസ്ക്കാന്നേ, റിസ്ക്കാ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകണ്ട. അതിനൊന്നും എന്നെ കിട്ടത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ പോലും കൊടുക്കില്ലാത്തവരുണ്ട്. അപ്പോൾ പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കണം, യേശു നമുക്ക് തന്നതെന്താണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ്, നൽകാൻ പഠിപ്പിച്ചവൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുക. വിശുദ്ധ കുർബാനയിൽ നമുക്ക് കിട്ടുന്നത് AD 700 ലാൻസിയാനോ സംഭവം ഗൂഗിൾ ചെയ്താലും വായിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇനി അവിടെ ലഭ്യമായ അല്ലെങ്കിൽ ഓസ്തി മാറി യേശുവിൻ്റെ മാംസകഷ്ണമായി മാറിയത് ടെസ്റ്റിന് വിധേയപ്പെടുത്തി. ഇനി അവര് എവിടുന്ന് കിട്ടിയതാണെന്നൊന്നും പറയാതെ കണ്ട് പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ, ശാസ്ത്രജ്ഞന്മാർ അവരത് ടെസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു മാംസകഷ്ണം മയോകാർഡിയം ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മധ്യഭാഗത്തെ മാംസപേശികൾ, കട്ടിയുള്ള മാംസപേശികൾ, അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന്. എന്നിട്ട് ഒരു ഡോക്ടർ സൂചിപ്പിച്ചൊരു കാര്യം, ഞങ്ങൾ ഡോക്ടർമാർക്ക് ഇങ്ങനെ ഒരു പീസ് കണ്ടിച്ചെടുക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ, ഒരു പുരുഷൻ്റെ ഹൃദയഭാഗത്തെ മാംസം, അതും അതിഭയങ്കരമായിട്ടുള്ള പീഡനം സഹിക്കുന്ന ആ അവസ്ഥയിൽ കിട്ടിയ ഒരു മാംസകഷ്ണം നമുക്ക് ദൈവം കൊടുത്ത എങ്ങനെയാന്ന്? ദൈവം നമുക്ക് തന്ന എന്താന്ന്? എന്നിട്ട് നമുക്ക് ഇച്ചിരി ബ്ലഡ് കൊടുക്കാൻ പോലും പേടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥത മൂത്തിട്ട് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ എനിക്ക് കുറഞ്ഞു പോകും എന്നുള്ള ആ മനോഭാവത്തിലിരിക്കുകയും നമ്മൾ വേണേ പൂരം പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കും. പ്രിയപ്പെട്ടവരെ, ശരിക്കും ദൈവം നമുക്കായി ചെയ്തത് നമ്മൾ തിരിച്ചറിയണം. നൽകാൻ നമ്മെ പഠിപ്പിച്ചത് യേശുവാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെയായിരിക്കാൻ, ഒപ്പമായിരിക്കണമെങ്കിൽ അവനറിയാമായിരുന്നു അവൻ അപ്പമായി തീരണം. അതിന് സന്നദ്ധനായ ഒരു വ്യക്തിയാണ്. നമ്മളൊക്കെ എത്ര നേരം ഈ ദൈവത്തിൻ്റെ ഒപ്പമായിരിക്കാൻ ഇച്ചിരി നേരം പ്രാർത്ഥിച്ചേക്കാം, ഒരു ബലിയർപ്പണത്തിൽ നിന്ന് പോയേക്കാം, വേണ്ടതുപോലെ ഒരുങ്ങി ബലിയർപ്പിച്ചേക്കാം,
അതിനൊരു കുമ്പസാരം വേണോ? ആ കുമ്പസാരത്തിന് ഞാൻ പോകും. നമ്മുടെ ഒപ്പമായിരിക്കാൻ ദൈവം കൊടുത്ത വില ചെറിയ വിലയൊന്നും അല്ല. പക്ഷേ നമ്മൾ ആ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ, ഒപ്പമായിരിക്കാൻ എത്രമാത്രം വില നമ്മൾ കൽപ്പിക്കും? മാത്രമല്ല, കുരിശ് രൂപത്തിലേക്ക് നോക്കിയാൽ, നാളെ നമ്മൾ ക്രൂശിതനായ കർത്താവിനെ ധ്യാനിക്കുന്ന ദിവസമാണ്. കുരിശ് രൂപത്തിലേക്ക് നോക്കിയാൽ കാണുന്നത് എന്താ? ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായി മാറി യേശു ക്രിസ്തു. ഒരുപാട് അരക്ഷിതത്വം, ഇൻസെക്യൂരിറ്റിയിൽ അവിടെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഉയർത്തപ്പെട്ട യേശു ക്രിസ്തു എന്തിനാ ചെയ്തേ? നമുക്കൊക്കെ സുരക്ഷിതത്വം ഉണ്ടാകാൻ, നമുക്കൊക്കെ സെക്യൂരിറ്റി നൽകാൻ വേണ്ടി. എന്നിട്ട് ഈ സെക്യൂരിറ്റി എടുത്താണ് നമ്മൾ പോവുക. ദൈവം നമുക്ക് കൽപ്പനകൾ തന്നിരിക്കുന്നത് എന്തിനാ? ദൈവം നമുക്ക് വചനം നൽകിയിരിക്കുന്നത്, ബൈബിള് വായിക്കാൻ പറയുന്നത് എന്തിനാ? ദൈവം നമ്മോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്തിനാ? ദൈവം നമ്മോട് അർത്ഥവത്തായി ബലിയർപ്പിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാ? ആ സെക്യൂരിറ്റി നമുക്ക് കിട്ടാൻ. എന്തെങ്കിലുമൊക്കെ ചെടി കുഴിച്ചു വെച്ചാലും നമ്മൾ അതിൻ്റെ ചുറ്റും വേലിയൊക്കെ കെട്ടിയിട്ട് അത് ആടും പശുവൊക്കെ തിന്ന് നശിപ്പിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കും. നമുക്ക് ആവശ്യത്തിന് സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ കെട്ടുറപ്പുള്ള കെട്ടിടം ഉണ്ടാക്കും. അതുപോലെ തന്നെ അതെല്ലാം, അതിൻ്റെ വാതിലുകളെല്ലാം ഭദ്രമായി അടച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കും. ഇതൊക്കെ ചെയ്താലും നമുക്ക് സെക്യൂരിറ്റി ഉണ്ടാവുമോ? ഒരു മാസീവ് അറ്റാക്ക് വന്നാൽ എന്നാ കെട്ടുറപ്പുള്ള കെട്ടിടമാണെന്ന് പറഞ്ഞാലും അവിടെ മരിച്ചു വീഴും. ചിലപ്പോൾ അതിനുള്ളതേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. പക്ഷേ ദൈവം തരുന്നൊരു സെക്യൂരിറ്റി ഉണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. ഈ സെക്യൂരിറ്റിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ബൈബിള് വായിക്കും, വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കും. അങ്ങനെ അതിലൂടെയെല്ലാം ഈ സെക്യൂരിറ്റി ദൈവത്തിൽ നിന്നും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റണം. ഈ ചിന്തയിലാണോ നമ്മൾ ജീവിക്കാറുള്ളത്? നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാറുള്ളത്? പ്രിയപ്പെട്ടവരെ, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, അഹ്റോന്റെ വടി, അത് പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നതാണ്. 2, മന്ന, അത് വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നതാണ്. 3, 10 കൽപ്പന, നിയമം, തോറ, അതിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ 3 പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണം, വിശുദ്ധ ബലിയർപ്പിച്ച് നമ്മൾ ജീവിക്കണം, പൗരോഹിത്യത്തിന് നൽകേണ്ട പ്രാധാന്യം നമ്മൾ നൽകണം. നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വംശമാണ്, ആ വിളിക്കനുസരിച്ച് ജീവിക്കണം എന്ന് നമ്മെ തന്നെ ഓർമ്മിപ്പിച്ച് മുമ്പോട്ട് പോകേണ്ടവരാണ് നമ്മൾ. ഏതാനും ചില കാര്യങ്ങൾ ദൈവം തൻ്റെ മക്കളിൽ നിന്നും ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. മക്കൾക്ക് നൽകിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. പാലിച്ചാൽ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ സുരക്ഷിതരാകും. ഒന്നാമത്തെ കാര്യം, നാം യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കണം, അതിലൂടെ ജീവനും നിത്യജീവനും പ്രാപിക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 50 മുതലൊന്ന് വായിച്ചാൽ മതി. ഈ ശരീരം ഭക്ഷിക്കുന്നവർക്ക് ജീവനുണ്ട്, ഭക്ഷിക്കാത്തവർക്കില്ല. ഈ രക്തം കുടിക്കുന്നവർക്ക് ജീവനുണ്ട്, കുടിക്കാത്തവർക്കില്ല. നമുക്ക് ഈ ഭൂമിയിലൊരു മരണമുണ്ടായാലും നമുക്ക് മരണാനന്തര ജീവിതമുണ്ടാകാൻ ആവശ്യമായ ഒരു കാര്യമാണ് കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നത്, രക്തം പാനം ചെയ്യുന്നത്. രണ്ടാമതൊരു കാര്യം, ഈശോ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, യേശുവിൻ്റെ രക്തത്തിലൂടെ നാം പാപമോചനം പ്രാപിക്കണം. യേശുവിൻ്റെ രക്തത്തിലൂടെ ഹെബ്രായ ലേഖനം 9:22 വായിച്ചാൽ, രക്തം ചിന്താതെ പാപമോചനമില്ല. 1 യോഹന്നാൻ 1:7 വായിച്ചാൽ, രക്തത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം നടക്കുക. നമ്മൾ കുർബാനയ്ക്ക് പോയിട്ട് ആ ശരീര രക്തങ്ങൾ ഓരോ ബലിയിലും കർത്താവ് ശരിക്കും കഷ്ടപ്പെട്ടാലേ ഉള്ളു, വില കൊടുത്താലേ ഉള്ളു അവിടുത്തെ ശരീര രക്തങ്ങൾ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇത്രയും വില കൊടുത്ത് ഈ ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് അതിനോട് താല്പര്യമില്ലേ? കുർബാന സ്വീകരിക്കണമെന്നില്ലേ? അതോ കുർബാന കണ്ടുപോയാൽ മതിയോ? അങ്ങനെയുള്ളവർക്ക് പാപമോചനമോ ജീവനോ നിത്യജീവനോ ഉണ്ടാകുമോ എന്നുള്ളത് വചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഗ്ലോറിയ പോളോ, ഒരു കൊളംബിയക്കാരി, ഒരു ദന്ത ഡോക്ടറാണ്.
ഇടിമിന്നലേറ്റ് മരിച്ചു. അവരുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു. ആ സമയത്ത് ആത്മാവിന് ദൈവം കൊടുത്ത ഒരു ആനുകൂല്യം സ്വർഗം നരകമൊക്കെ കാണാൻ പറ്റി. അതിനുശേഷം ആത്മാവിനെ ആ ശരീരത്തിലേക്ക് തന്നെ പ്രവേശിപ്പിച്ചു. അവൾ വീണ്ടും ജീവനുള്ളവളായി. ലാസറിന് സംഭവിച്ചു നമുക്കറിയാലോ. അവൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവർ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുമ്പസാരത്തെക്കുറിച്ചാണ്. അവർ പറഞ്ഞത് ഒരാൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, നമ്മൾ ഈ ഡ്രസ്സ് മുഷിഞ്ഞ് കഴിയുമ്പോൾ വാഷ് ചെയ്യും, അതിനുപയോഗിക്കുന്നത് സോപ്പും വെള്ളവും. നമ്മുടെ ആത്മാവ് മുഷിഞ്ഞാൽ അതിനെ ശുദ്ധീകരിക്കേണ്ടത് സോപ്പും വെള്ളമൊന്നും അല്ല, ശുദ്ധീകരിക്കേണ്ടത് യേശുവിൻ്റെ രക്തം. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം, ഒരാൾ പുരോഹിതനാകുമ്പോൾ, പട്ടം സ്വീകരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. യേശുവിൻ്റെ വ്രണിത ഹൃദയം, വൂണ്ടഡ് ഹാർട്ട് ഓഫ് ജീസസ്, ഇത് ആ വ്യക്തിക്ക് നൽകപ്പെടുന്നു. ഒരനുതാപി പാപമോചനത്തിനായിട്ട് വരുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് രക്തമൊഴുകി പാപമോചനം ഉണ്ടാകുന്നു, വിശുദ്ധീകരണം ഉണ്ടാകുന്നു. ചില്ലറ കാര്യമാണോ? ഇത്രയും വലിയ കാര്യം ഉണ്ടായിട്ട് നമ്മൾ ഈ കുമ്പസാരം എന്ന കൂദാശയെ സമീപിക്കേണ്ടതുപോലെ സമീപിക്കാതിരിക്കുന്നത് എത്രയോ വലിയൊരു നഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് യേശുവിൻ്റെ ശരീരം നമ്മൾ ഭക്ഷിക്കണം. 2, യേശുവിൻ്റെ രക്തം നമ്മൾ പാനം ചെയ്യണം. 3, യേശുവിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കണം. യോഹന്നാൻ 10:16 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കും. നമ്മളെ ദൈവത്തിൻ്റെ ആടുകളാകാൻ വിളിക്കപ്പെട്ടവരാ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ. നമ്മൾ കേൾക്കാറുള്ളത് മനുഷ്യൻ്റെ സ്വരമാണോ ദൈവത്തിൻ്റെ സ്വരമാണോ? നമ്മോട് തന്നെ ചോദിക്കണം. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വചനം, ഇസ്രായേലെ കേൾക്കുക, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ. അതാ സങ്കീർത്തനം 29:4 കൂടി എടുക്കുന്നെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ വചനം കേൾക്കുമ്പോൾ, ധ്യാനം കൂടുമ്പോഴൊക്കെ അത്ഭുതകരമായ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. നാം കേട്ടത് ദൈവത്തിൻ്റെ സ്വരം. അത് കേൾക്കുമ്പോൾ സൗഖ്യമുണ്ടാകാം, വിടുതലുണ്ടാകാം, വിശുദ്ധീകരണം ഉണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാധ്യമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, വെറുതെ ഒരു ആചാരമായിട്ട് നമുക്ക് ഈ തിരുനാൾ കടത്തിവിടാതെ ഇത് അർത്ഥവത്താക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. യേശുവിലേക്ക് നോക്കി സ്നേഹം എന്താണ് നമ്മൾ പഠിക്കണം, സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ദൈവം ക്ഷണിക്കുന്നൊരു കാര്യമാണ് അത്. യോഹന്നാൻ 15:12, ദൈവത്തിൽ നിന്നും സ്നേഹം എടുക്കണം, സഹോദരങ്ങൾക്ക് ആ സ്നേഹം കൊടുക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥവത്താകുന്നത്. നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ വിലയുള്ളവരാകുക. ഇവിടെ വിദ്യാഭ്യാസമോ നമുക്കുണ്ടാക്കാൻ പറ്റിയ ബംഗ്ലാവോ വാങ്ങിക്കാൻ പറ്റിയ വാഹനമോ ഇതൊന്നുമല്ല നമ്മളെ വിലയുള്ളവരാക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മെ വിലയുള്ളവരാക്കി മാറ്റും. ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഈ ബലിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഏറ്റെടുക്കുകയും ചെയ്യാം.